നിങ്ങളുടെ പേഴ്സൺ എത്രമാത്രമാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഓക്കെ. തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ ഫോഴ്സ്ഫുള്ളി ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ആ വ്യക്തിക്ക് ചെയ്യേണ്ടതായിട്ട് വന്നൊരു സാഹചര്യം കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കാൻ, ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ മാറ്റാൻ, നിങ്ങളെ ലൈഫിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരാൻ ആ വ്യക്തിക്ക് കഴിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സിറ്റുവേഷൻ ഓർത്ത് ആ വ്യക്തി ഒരുപാട് ഡിപ്രഷനിലായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഡെഫിനറ്റ്ലി ഈ പേഴ്സണ് നിങ്ങളോട് ശക്തമായിട്ടുള്ള ഫീലിങ്സ് ഉണ്ട്. നിങ്ങളോട് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് ആണുള്ളത്. നിങ്ങളുമായിട്ടൊരു ഫാമിലി ലൈഫ് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം. നിങ്ങളുമായിട്ട് വളരെ നല്ല രീതിയിലുള്ളൊരു റൊമാൻറ്റിക് ലൈഫ് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ. കുട്ടികൾ, ഫാമിലി അതെല്ലാം ആ വ്യക്തിയുടെ ഡ്രീംസിലുണ്ട്. പക്ഷേ ഈ ഈ ഒരു സമയത്ത് ആ വ്യക്തി എന്തോ ശക്തമായ ചില കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്നും അകന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ആ വ്യക്തിയുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരു സമയത്ത് പോലും നിങ്ങളുടെ പ്രണയം ആ വ്യക്തി ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അത്രമാത്രം ആ വ്യക്തി ആഴത്തിൽ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു മിസ്സിംഗ് ഫീൽ അവർക്ക് ഉണ്ടാവുന്നത്. അതായത് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നത് നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന സമയങ്ങളിലാണ് ആ വ്യക്തി ഏറ്റവും അധികം ആ വ്യക്തിയുടെ ലൈഫിൽ സന്തോഷിച്ചിരുന്നത്. ഏറ്റവും അധികം ആ വ്യക്തിയുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടായിരുന്നത്, പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സിറ്റുവേഷൻസിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈഫ് ടൈം ആ വ്യക്തിക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ഏതൊരു സമയത്തും ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം മാത്രമേയുള്ളൂ. അത് തന്നെയാണ് ആ വ്യക്തിയുടെ സന്തോഷവും. ഓക്കെ. ദി എംപ്രസ്. യെസ്. അൺകണ്ടീഷണൽ ലവ്. ഒരു മദർലി കെയർ ആണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത്. അതായത് ഒരു മാതാവിന് ഒരു കുട്ടിയോടുള്ള അത്രയും സ്നേഹം, കെയർ എല്ലാം ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ. അത്രമാത്രം ആ വ്യക്തി നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വേള നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരാൻ കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. നിങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അത്രമാത്രം സ്നേഹം ആ വ്യക്തിയുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നതായിട്ടാണ്. ആ വ്യക്തിക്ക് നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ അത്രമാത്രം എനർജി ഫീൽ ഉണ്ട് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. വളരെ പോസിറ്റിവിറ്റിയാണ് കിട്ടുന്നത്. അപ്പോൾ 2 ഓഫ് സോർഡ്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതായത് ആ വ്യക്തിയുടെ ലൈഫിൽ ശക്തമായ രീതിയിൽ ആ വ്യക്തിയെ മറ്റെന്തോ ശക്തികൾ ആ വ്യക്തിയെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട്. മേ ബി ആ വ്യക്തിയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ആയിരിക്കാം. ആരോ നല്ല രീതിയിൽ ആ വ്യക്തിയെ ഈ റിലേഷൻഷിപ്പിലേക്ക് നിന്ന് ഒഴിവായി പോവാനായിട്ട്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ആ വ്യക്തിയുടെ ലൈഫിൽ നിന്ന് മാറിപ്പോവാനായിട്ട് ആ വ്യക്തിയെ ശക്തമായിട്ട് പ്രേരിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ വ്യക്തിയെ മുന്നോട്ട് ഈ റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഈ വ്യക്തികൾ ആ വ്യക്തിയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വളരെ ശക്തമായിട്ട്. ഓക്കെ. ആൻഡ് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി വേണം. അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ വ്യക്തിക്ക് മൂവ് ഓൺ ചെയ്യണം. എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിപ്പെടണം. ആ വ്യക്തിയുടെ സോൾ എപ്പോഴും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ്. ആ ഒരു സമയത്ത് മാത്രമാണ് ആ വ്യക്തിക്ക് ഒരു മെന്റൽ റിലീഫ് ഉണ്ടാവുന്നത്. ഈ എതിർപ്പുകൾ ആ വ്യക്തിക്ക് അവഗണിച്ച് നിങ്ങളിലേക്ക് ഓടിയെത്തണമെന്ന് എപ്പോഴും ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് തരത്തിൽ ആ വ്യക്തി നിങ്ങളെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. വളരെ ജെന്യുവിൻ ആയിട്ടാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതും. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളത് ആ വ്യക്തിയുടെ ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹമായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ലൈഫ് സിറ്റുവേഷൻ ചേഞ്ച് ആവാനായിട്ടും നിങ്ങളുമായിട്ട് കോൺടാക്റ്റിൽ വരാനായിട്ടും വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആൻഡ് ഓൾസോ അവര് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്ട്രെസ്. യെസ്. അവർക്ക് ഇപ്പോൾ ഒരുപാട്
സ്ട്രെസ് ഉള്ളൊരു സമയമാണ്. യെസ്. അതായത് ഈ ഒരു സിറ്റുവേഷൻ അവർക്ക് ആഹ്, അവർക്ക് നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയൻ ചെയ്യണം എന്നുള്ളത് അവരുടെ ഒരു ഡ്രീമാണ്. അവരിപ്പോൾ ഏതൊരു സമയത്തും ഡ്രീം ചെയ്യുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു റീകൺസിലേഷൻ ആണ്. പക്ഷേ ഈ ഒരു കറന്റ് സിറ്റുവേഷനിൽ ആ വ്യക്തി മറ്റാരുടെയോ കയ്യിലുള്ള ഒരു കളിപ്പാവയായിട്ട് മാറിയിരിക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാവുന്നത്. അതായത് മറ്റാരോ ആ വ്യക്തിയുടെ ജീവിതത്തെ വളരെ ശക്തമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത്രമാത്രം സ്ട്രെസ്സിലാണ് ആ വ്യക്തി ഇപ്പോൾ ഉള്ളത്. ആ വ്യക്തിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും, നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനോ, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് എടുക്കാനോ സമ്മതിക്കാത്ത തരത്തില് ആ വ്യക്തിയെ മറ്റൊരു ആള് അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അറ്റ് ദ സെയിം ടൈം ആ വ്യക്തി ഡ്രീംസിൽ എപ്പോഴും നിങ്ങളുമായിട്ടുള്ള റീകൺസിലേഷൻ ആണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഓക്കെ, പ്ലീസ് ഫർഗീവ് മീ, ഐ ആം സോറി. യെസ്, ആ വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കുക എന്ന് ആ വ്യക്തി പറയാണ്, സോറി പറയാണ്. ആൻഡ് ദെൻ ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം. ഒരു പെർഫെക്റ്റ് ടൈം വരുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിപ്പെടും എന്ന് പറയുന്നു. ആൻഡ് ഐ വിൽ കം ടു യു സൂൺ. അതും വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട്. എത്രയും വേഗം നിങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം മാത്രമേ ആ വ്യക്തിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്കുണ്ടായിട്ടുള്ള ഹേർട്ടിൽ ആ വ്യക്തി ഒരുപാട് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഓക്കെ. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ മേ ബി നിങ്ങൾ വളരെ ശക്തമായിട്ടുള്ള നോ കോൺടാക്ട് സിറ്റുവേഷനിലായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ടാവാം. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലൂടെ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനിലൂടെ നിങ്ങളെ ഒരുപാട് മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളിലൂടെ കൊണ്ടുപോകുന്നുണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ ജീവിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ കിട്ടുന്നത്. ആൻഡ് മേക്ക് എ ചോയ്സ്. യെസ്, ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ട്. ചിലപ്പോൾ നല്ല നല്ല കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല പോസിറ്റിവിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവാം, ഒരുപാട് അവസരങ്ങളായിട്ട് വരുന്നുണ്ടാവാം. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അത് നിങ്ങൾ മാറ്റുക. നിങ്ങളൊരു ചോയ്സ് എടുക്കുക. ഒരു ഡിസിഷൻ ആയിരിക്കാം. നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ എടുക്കണമെന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരിക്കാം. പക്ഷെ നിങ്ങൾക്ക് തന്നെ അനുയോജ്യമായിട്ടുള്ള ഒരു ചോയ്സ് എടുക്കാനുള്ളൊരു ടൈമാണിപ്പോൾ. ബാലൻസിങ് എനർജീസ്. അതെ, നിങ്ങൾക്ക് ഒരു ഇംബാലൻസ് സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ ഇമോഷണൽ ഇംബാലൻസ് ആണ് ഇവിടെ കാണുന്നത്. ചില സമയങ്ങളിൽ എത്രമാത്രം ഈ വ്യക്തി ഒരുപാട് ഹർട്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഈ സെപ്പറേഷനിലൂടെ നിങ്ങൾ ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്, എത്രമാത്രം നിങ്ങളെ മാനസികമായിട്ട് ഹർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു സെപ്പറേഷനിലും നിങ്ങൾക്ക് വീണ്ടും ഒരു റിയൂണിയൻ വേണം എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. കൂടുതലായിട്ടും ഇത് നിങ്ങൾക്കുള്ള എനർജി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിലെ ഇന്റൻസിറ്റി വളരെ ലോ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്.